ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാചകമല്ല, എന്നാൽ പാചകത്തിന് നമ്മൾ പച്ചക്കറികൾ ഉപയോഗിക്കുമ്പോൾ ആ പച്ചക്കറികൾ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്ന ആ ഒരു സന്തോഷകരമായ നിമിഷം നിങ്ങൾക്കൂടെ ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കണ്ടോ, നമ്മുടെ അടുക്കളയോട് ചേർന്ന് ഒരു 2 ചുവട് പാവൽ നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നല്ലതുപോലെ നമ്മുടെ ആവശ്യത്തിനുള്ള പാവയ്ക്ക പിടിച്ച് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പം എന്തൊരു സന്തോഷമാണെന്നറിയാമോ? കണ്ടോ, വളരെ കുറച്ചേ ഉള്ളൂ, എങ്കിലും അത് നമുക്ക് പറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം വളരെ വലുതാണ്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെന്ന് പറയുന്നത്, ഇത് കണ്ടോ, റബ്ബറിൻ്റെ കുട്ടയാണ്. ഈ റബ്ബറിൻ്റെ കുട്ട എന്ന് പറയുമ്പം ഒരു 25 വർഷത്തിൽ കൂടുതലായതാണ് ഇത് കേട്ടോ. എന്നിട്ടും ഒരു അപാകതയും ഇതിന് സംഭവിച്ചിട്ടില്ല. കണ്ടോ, മഴയത്തിരുന്നാലും വെയിലത്തിരുന്നാലും യാതൊരു കോട്ടവും ഇതിന് ഇതുവരെയും സംഭവിച്ചിട്ടില്ല. ഇതിലൊക്കെ നമ്മൾ പാവൽ, പയർ, അതായത് ഈ നിത്യവഴുതന ഇതെല്ലാം കൃഷി ചെയ്താലും ഇഷ്ടംപോലെ വിളവ് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ, ഈ റബ്ബറിൻ്റെ കുട്ട ഗ്രോ ബാഗിനെ അപേക്ഷിച്ച് ഒരുപാട് വർഷങ്ങൾ ഇത് ഈട് നിൽക്കും. ഗ്രോ ബാഗൊക്കെ ആകുമ്പോൾ ഒരു 2-3 വർഷം കഴിയുമ്പോൾ അതങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ എന്നാൽ ഇത്തരം റബ്ബറിൻ്റെ കുട്ടകൾ, ഇതിനകത്തൊക്കെ ഞങ്ങൾ ഇഞ്ചിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല വിളവാണ് കേട്ടോ. അപ്പം ഈ ഒരു പാവൽ, ഇപ്പോൾ ഞാൻ ഈ പാവലിൻ്റെ വിത്തെന്ന് പറയുമ്പോൾ നമ്മൾ ഹൈബ്രിഡ് വിത്തിനങ്ങളൊന്നുമല്ല. അതായത് നമ്മൾ പുറത്തുനിന്നൊക്കെ പച്ചക്കറി കടകളിൽ നിന്ന് പാവയ്ക്ക കൊണ്ടുവരുമല്ലോ, അതിലെ പഴുത്ത പാവയ്ക്കയുടെ വിത്ത് ഈ കുട്ടയിലേക്ക് ഇട്ട് കുറച്ച് ചാണകപ്പൊടിയും ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ വരിയിട്ടാണ് ഇതുപോലെ ഉണ്ടായിരിക്കുന്നത്. കണ്ടോ, ഇതിനെല്ലാം കവറ് ഞാൻ അതായത് പേപ്പർ കുത്തിയിട്ടിരുന്നതാണ്. അപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ആ പേപ്പറൊന്ന് മാറ്റിയതാണ്. കണ്ടോ, പേപ്പർ കുത്തിയിട്ടില്ലെങ്കിൽ ഈച്ച കുത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല കേട്ടോ. കണ്ടോ, നല്ല സൂപ്പർ പാവയ്ക്ക. ഇതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാൻ പോലും തോന്നില്ല കേട്ടോ. ഇതിങ്ങനെ ഇട്ടേക്കാൻ തോന്നും. നല്ല സന്തോഷമായി ഇത് മനസ്സിന് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, എല്ലാവരും അവരവരുടെ വീടിൻ്റെ സമീപത്ത് സാഹചര്യമുള്ളവർ ഒരു ഇതുപോലെ റബ്ബർ കുട്ട വാങ്ങിക്കാമെങ്കിലുണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് കാലങ്ങളോളം നിൽക്കും. ഒരു കാലത്തും അത് നശിച്ചു പോകത്തില്ല കേട്ടോ, ഈ റബ്ബർ കുട്ടകൾ. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിനെ കേട്ടോ. ഇപ്പം ഞാൻ പിന്നെയും വീണ്ടും പറയുന്നു, ഇതുപോലെ ഒരു 2-3 റബ്ബറിൻ്റെ കുട്ടയും ഇതുപോലെ വല കണ്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ വല, നെറ്റ്, അതും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പാവലും പയറ്, നിത്യവഴുതന ഇങ്ങനെയൊക്കെയുള്ള പടർന്നു കയറുന്ന എല്ലാ പച്ചക്കറികളും നട്ടുപിടിപ്പിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ നമ്മുടെ അടുക്കളയോട് ചേർന്ന ഭാഗത്ത് ഇതുപോലെ പച്ചക്കറികൾ ഇങ്ങനെ പിടിച്ച് കിടന്നാൽ നമുക്ക് എന്ത് നല്ലതാണ്. അങ്ങനെ എല്ലാവരും ഒന്ന് വിചാരിക്കണം കേട്ടോ. ഇതെല്ലാം ഇനി നമുക്കിനി പറിച്ചെടുക്കാൻ മനസ്സ് വരുന്നില്ല, എന്നാലും പറിച്ചെടുക്കാം. കണ്ടോ, ഓഫ് ചെയ്തിട്ട് പറിച്ചെടുക്കാം. ഇവിടെയൊക്കെ ഞാൻ പേപ്പർ കുത്തിയിട്ടിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഈച്ച കുത്തും. പറിച്ചെടുത്തുകൊണ്ട് വന്ന പാവയ്ക്ക ഇനി മുറത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചടപടയെന്ന് കണ്ടോ. ഇത് നോക്കി, എത്ര പരിശുദ്ധമായ പാവയ്ക്ക. ഒരു മരുന്നോ കീടനാശിനിയോ ഒന്നും വെച്ചിട്ടില്ലാത്ത പാവയ്ക്ക. പേപ്പറൊക്കെ കുത്തിയിട്ടിരിക്കുക. ഇപ്പം നിങ്ങളെ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? നിങ്ങളും ഇതുപോലെ വീടിനോട് ചേർന്ന് ഇതുപോലൊക്കെ ഒന്ന് കുട്ടയ്ക്കകത്തൊക്കെ ഒന്ന് ശരിയാക്കി നോക്കണം കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾക്കും കിട്ടും കേട്ടോ. അല്ലാതെ ഇത് കണ്ടിട്ട് നിങ്ങളങ്ങ് മറന്നു കളയാതെ ഇതുപോലെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇപ്പോഴും നമ്മളങ്ങ് പാചകം ചെയ്യുന്ന വീഡിയോ മാത്രം എടുത്താൽ പറ്റത്തില്ലല്ലോ. ആ പാചകം ചെയ്യുന്നതിനുള്ള ആ പച്ചക്കറികളും ഒക്കെ നമ്മുടെ വീടിൻ്റെ സമീപത്തുണ്ടാകുമ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കണ്ടായോ? അപ്പോൾ നിങ്ങൾക്കും ഇതൊരു പ്രചോദനമാവണം. എനിക്കും ഇങ്ങനെ കൃഷി എന്ന് പറയുമ്പോൾ വലിയ കേമമായിട്ടൊന്നും വേണ്ട, കുഞ്ഞു കാര്യങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ,
ഇത്രയും പാവയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും കുറച്ചൊക്കെ പിടിച്ചു വരുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള പാവയ്ക്ക അതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ വീടുകളിൽ പാവയ്ക്ക ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ പാവയ്ക്ക നട്ട് പിടിപ്പിക്കുന്നതോ ഒന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. എങ്കിലും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന പാവയ്ക്കയുടെ ആ വിത്തിൽ നിന്നും ഒരു 3-4 വിത്തെടുത്ത് റബ്ബർ കൊട്ടയിലും ഒക്കെ ശരിയാക്കി അത് പടർന്ന് അതിൽ പാവയ്ക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. അതുകൊണ്ട് ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇതുപോലെ നിങ്ങളും ഒന്ന് ശ്രമിച്ച് നോക്കണം. അപ്പോൾ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനി നമുക്ക് പാചകം ചെയ്യുന്ന ഒരു വീഡിയോ വേറൊരു ദിവസം കാണിക്കാം. അപ്പം ഓക്കേ. ഇതുണ്ടോ, ഇതുപോലുള്ള ചെറിയ കുഞ്ഞു പാവയ്ക്ക പിടിച്ചു വരുമ്പോഴേ നമുക്കിതിന് ഒരു പേപ്പറിട്ട് കുത്തി കൊടുക്കണം. അപ്പം ഈച്ചയുടെ ശല്യം ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മൾ ഇതുപോലെ ഒരു വല കണ്ടോ, ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് വലയും 2 കുട്ടയും ഉണ്ടെങ്കിൽ 365 ദിവസവും നമുക്ക് പാവയ്ക്കായും പയറും എല്ലാം കഴിക്കാവുന്നതേ ഉള്ളൂ. 365 ദിവസവും പാവയ്ക്കായ്ക്കെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഈ പാവയ്ക്ക നമുക്ക് പിടിച്ചു തുടങ്ങി. അപ്പം ഇതിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് വിത്തുകൾ ഇതുപോലെ അങ്ങ് പാവി ഇരുന്ന് കഴിഞ്ഞാൽ അത് വലുതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കി വേറൊരു കുട്ടയിൽ കൊണ്ടുവെക്കാം. അപ്പോൾ അതിങ്ങനെ പടർന്നു കയറി വരും. ഇത് തീരുമ്പോഴത്തേനും നമുക്ക് അതും കിട്ടും. ആ ഒരു ബുദ്ധിയും കൂടെ ഒന്ന് പ്രയോഗിച്ചോളും. അങ്ങനെ ആകുമ്പോൾ വർഷം മുഴുവനും നമുക്ക് പാവയ്ക്കായും പയറും നിത്യവഴുതനവും എല്ലാം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മളുടെ ടെൻഷനെല്ലാം മാറ്റി വെച്ചിട്ട് ഇത്തരം സന്തോഷകരമായ വീഡിയോകൾ കാണുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.